നമ്മൾ അടുപ്പിൽ നിന്നും ചൂടുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കാൻ പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മളൊന്നും കാണില്ല അല്ലേ. അപ്പോൾ നമ്മൾക്ക് ഇതുപോലുള്ള പോട്ട് ഹോൾഡർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ചൂടുള്ള പാത്രങ്ങളാണെങ്കിലും നമ്മൾക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും, കൈയൊന്നും പൊള്ളിക്കാണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ഈ ഒരു പോട്ട് ഹോൾഡർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർട്ട് ഓഫ് സ്റ്റിച്ച്. അപ്പോൾ ഇന്ന് നമ്മൾ പഴയ ഒരു ജീൻസ് ഉപയോഗിച്ചിട്ട് 2 തരത്തിലുള്ള പോട്ട് ഹോൾഡറാണ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഒന്നൊരു പഴയ ജീൻസ് ക്ലോത്ത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്, ഒന്ന് സാധാ കോട്ടൺ ക്ലോത്ത് ഉപയോഗിച്ചിട്ടും. അപ്പോൾ രണ്ട് മോഡൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണണം. നമുക്കൊരു സ്ക്വയർ പീസ് ഈ ജീൻസിൽ നിന്നും കട്ട് ചെയ്തെടുക്കാം. സ്ക്വയർ പീസ് ആയിരിക്കണം കേട്ടോ. ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്തത് സ്ക്വയർ പീസ് അല്ലായിരുന്നു, പിന്നെ ഞാൻ അതിനെ സ്ക്വയർ പീസാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് അത് ഒരു സ്ക്വയർ പീസാക്കി 2 സ്ക്വയർ പീസാക്കിയിട്ട് മാറ്റാം. അതിന് ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി കട്ടി കൂടാനും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാസ്കുകൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അത് ഇതേപോലെ സൈഡ് കട്ട് ചെയ്തിട്ട് അത് അങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഉള്ളിൽ കുറച്ചും കൂടി തിക്നെസ് കിട്ടാൻ വേണ്ടി, ചൂടുള്ള പാത്രങ്ങളൊക്കെ പിടിക്കാനുള്ളതല്ല, അപ്പോൾ കുറച്ച് കട്ടി നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിതുപോലെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലോത്ത് ഉപയോഗിക്കട്ടോ. ഉള്ളിൽ 1-2 ക്ലോത്തും കൂടി ഇത് സ്ക്വയർ പീസിൽ തന്നെ വെട്ടിയെടുത്തിട്ട് അത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഇനി ഞാൻ 2 പീസും കൂടിയും വെച്ചതിന് ശേഷം അതിൻ്റെ ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ മറ്റൊരു സ്ക്വയർ പീസ് എടുത്തിട്ട് ഇതേ സെയിം അളവിലുള്ള സ്ക്വയർ പീസുകൾ തന്നെ 4 എണ്ണം വേണം കേട്ടോ. ഇതുപോലെ എന്നിട്ട് ട്രയാങ്കിൾ ഷേപ്പിലാക്കിയതിന് ശേഷം അയൺ ചെയ്ത് കൊടുക്കുക. ഇത്ര 4 പീസ് നിങ്ങൾ വേണം. ഇത്ര ഒരു പോട്ട് ഹോൾഡർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ അടുപ്പിൻ്റെ അടുത്ത് തന്നെ വെക്കുക. അവിടെ എവിടെയെങ്കിലും ഇതേപോലെ തൂക്കിയിട്ടാൽ മതി. നമുക്ക് ആവശ്യം വരുമ്പോൾ അതെടുത്ത് വേഗം ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി നമ്മൾ ഇതേപോലെ ട്രയാങ്കിൾ ആയിട്ടുള്ള 4 എണ്ണം ഇതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ ഒരു മോഡലിൽ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. ആദ്യം നമ്മൾ ഇങ്ങനെ വെച്ചു, പിന്നെ അതിന് നേരെ ക്രോസ് ആയിട്ട് അങ്ങോട്ട് വെച്ചു. പിന്നെ അതിന് മുകളിലായിട്ട് വെച്ചിട്ട് ആ പീസ് പൊക്കിയിട്ട് ഇത് വെച്ച് കൊടുക്കുക. സ്ലോ ആയിട്ട് കാണിക്കുന്നുണ്ട്, അത് കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ സൈഡിൽ മൊത്തം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഹാങ് ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് തന്നെ ചെറിയൊരു കയർ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ചുറ്റും തയ്ച്ചു കൊടുക്കാം. ഇനി അതിന് ചുറ്റും സ്ക്വയർ ഷേപ്പിലങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതങ്ങ് മറിച്ചിടേണ്ട ആവശ്യമുള്ളൂ. ഇത് അത്യാവശ്യം കട്ടിയുണ്ട് കേട്ടോ. ഞാൻ ജീൻസിൻ്റെ ഉള്ളിൽ ആ ഒരു മാസ്കിൻ്റെ അതും കൂടി വെച്ചുകൊണ്ട് അത്യാവശ്യം നല്ല കട്ടി വരുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ മറിച്ചെടുക്കുക.
ജീൻസ് തന്നെ അത്യാവശ്യം കട്ടിയുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ആ മാസ്കും വെച്ചു. പിന്നെ പുറമെയുള്ള ക്ലോത്തൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അത്യാവശ്യം ഏത് ചൂടുള്ള സാധനങ്ങളും നമുക്ക് പിടിക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ജീൻസോ കോട്ടൺ ക്ലോത്തുകളൊക്കെ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. പോളിസ്റ്റർ ആകുമ്പോൾ ചൂടുള്ള പാത്രങ്ങളൊക്കെ പിടിക്കുമ്പോൾ ഉരുക്കി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ബോട്ടിൽ ഹോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ വേറൊരു ടൈപ്പ് മോഡൽ, ഒരു സർക്കിൾ ടൈപ്പിൽ നമുക്കൊന്നും കൂടി ഉണ്ടാക്കാം. ഇതുപോലെ ഞാൻ ഇതിൽ കുറച്ച് ക്ലോത്തുകൾ ഇതേപോലെ സർക്കിളിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് ഷോപ്പർ ബാഗിൻ്റെ 2 പീസ് കേട്ടോ, അതുപോലെ സർക്കിൾ തന്നെയായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ടായപ്പം അത് ഇതിലും കൂടി ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. നമ്മളിതേപോലെ സർക്കിളായിട്ട് വെട്ടിയെടുത്ത പീസുകളൊക്കെ ഒന്നിന് മേലൊന്നായിട്ട് വെച്ചിട്ട് അത് വട്ടത്തിൽ തന്നെ സർക്കിളിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ വക്കും കാര്യങ്ങളൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുക, ഒന്ന് വൃത്തിയാക്കി എടുക്കുക. ഇനി നമുക്ക് വേണ്ടത് സർക്കിൾ പീസിലുള്ള 4 പീസും കൂടിയും വേണം. അപ്പോൾ നമ്മൾ സർക്കിൾ പീസിൽ തന്നെ ഇതേ സെയിം അളവിൽ വെട്ടിയെടുത്തതിന് ശേഷം അതിനെ 2ആയിട്ട് മടക്കുക. മടക്കിയതിന് ശേഷം ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. കറക്റ്റായിട്ട് നമ്മൾ ആദ്യം ഒരു ഹാഫ് സർക്കിൾ മോഡൽ വെക്കുക. എന്നിട്ട് അതിൻ്റെ നെറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ അടുത്ത പീസ് വേണം. തൊട്ട് ഓപ്പോസിറ്റിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. ഞാൻ വേറെ കളർ എടുത്തിട്ടുള്ളത് കേട്ടോ. വേറെ കളറിൽ ഇതേപോലെ നമുക്ക് ഭംഗിക്കും വേണ്ടിയിട്ട് വെക്കാം. ഈ ഒരു ക്ലോത്ത് പൊക്കി കൊടുത്തതിന് ശേഷം വെക്കണം. അടുത്തത് അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിന് ചുറ്റും നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ സർക്കിളായിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ശരിയാക്കി കൊടുക്കാം. സൈഡൊക്കെ ഞാൻ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതങ്ങ് മറിച്ചിടുക. മറിച്ച് നല്ല ഭാഗമാക്കി കൊടുക്കുക. മറിച്ചിട്ട് കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ നമുക്കൊന്ന് അയൺ ചെയ്ത് ഒന്ന് നല്ല സർക്കിളിൽ തന്നെ കറക്റ്റാക്കി എടുക്കാം. നമുക്ക് 2 ബോട്ടിൽ ഹോൾഡർ ഇപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കി. നമുക്ക് ഇത് നമ്മൾ കിച്ചണിലൊക്കെ അതേപോലെ തൂക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, തൊട്ടടുത്ത് തന്നെ തൂക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് എടുത്തിട്ട് ഉപയോഗിക്കാം. തിരിച്ചങ്ങോട്ടേക്ക് തന്നെ വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി ആരും നിങ്ങളുടെ കൈകളൊന്നും പൊള്ളിക്കേണ്ടതില്ല. പല മോഡലിലുള്ള ക്ലോത്ത് ഹോൾഡേഴ്സും ഉണ്ടാവാറുണ്ട് കേട്ടോ. കൈയിൻ്റെ ഉള്ളിലിട്ടിട്ട് നമുക്ക് പിടിക്കാൻ പറ്റിയതൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എൻ്റെ പുതിയ വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു കിടിലൻ വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവരും സ്റ്റേ സേഫ് ആൻഡ് ഗുഡ് ബൈ.